ജീവിതത്തിലേക്ക് ഏറ്റെടുത്തു. യേശു നമുക്ക് പകരം കുരിശിൽ മരിച്ചു. മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് യേശു ജീവിക്കുന്നു. ആ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്കാകെ ഒലിവുമലയിൽ നിന്നും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. ഇനി യേശു സ്വർഗത്തിൽ നിന്നും ഈ ലോകത്തിന്റെ രാജാവായി ഭരിക്കുവാൻ വേണ്ടി വരുവാനായി പോവുകയാണ്. ഈ ലോകത്തിന്റെ രാജാവാണ് ക്രിസ്തു. യേശു ഇനി വീണ്ടും വരും എന്നതിന്റെ തെളിവാണ് ഇന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1 വർഷത്തിലധികമായി ഇസ്രയേലും ഹമാസ് എന്ന തീവ്രവാദി സംഘടനയുമായിട്ട് അതിശക്തമായ യുദ്ധം നടക്കുന്നു. ഇത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ യുദ്ധം കൊടുമ്പിരി കൊള്ളും. യേശുവിന്റെ വരവിന് മുമ്പ് ലോക സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി സംഭവിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും ആ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം? വേറൊന്നും ചെയ്യണ്ട. നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ചാൽ മതി. നിങ്ങൾ സമ്മതിക്കണം, തുറന്ന് സമ്മതിക്കണം. കർത്താവേ, ഞാനൊരു പാപിയാണ്. എന്റെ ജീവിതത്തിൽ പാപ സ്വഭാവങ്ങളുണ്ട്. എന്റെ മദ്യപാനത്തിൽ എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നില്ല. പുകവലി നിർത്തണമെന്ന ആഗ്രഹം കൊണ്ട് പറ്റുന്നില്ല. ദുർമാർഗ ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടണമെന്ന ആഗ്രഹം കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ കഴിയും, നിങ്ങൾക്ക് കഴിയും. എന്തു ചെയ്യണം? ക്രിസ്തുവിന്റെ മുൻപാകെ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക, നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. ഒന്ന് കരയുക, കണ്ണുനീരോടെ കരയുക, ഹൃദയനുറുക്കത്തോടെ കരയുക. അപ്പോൾ നിങ്ങളുടെ സകല പാപങ്ങളും ക്രൂശിൽ യേശു ചൊരിഞ്ഞ ആ പരിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കും. നിങ്ങളുടെ ആ വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കർത്താവും രക്ഷിതാവുമായി യേശു കടന്നു വന്ന് ജീവിക്കും. നിങ്ങൾ ദൈവമക്കളായി മാറും. പിന്നെ പാപത്തോട് നിങ്ങൾക്ക് വെറുപ്പ് തോന്നും. പാപത്തിന്റെ കൂട്ടുകെട്ടുകളോട് നിങ്ങൾ സ്വമേധയാ പിന്മാറും. നിങ്ങൾ ക്രിസ്തുവിൽ പുതിയ മനുഷ്യരായി മാറും. നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും. ഇത് പ്രാപിച്ച ആളുകളാണ് ഞങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രസംഗിക്കുന്നത്. ഇങ്ങനെയുള്ള കവലകളിൽ പല ആളുകളും പ്രസംഗിക്കുന്ന സമയത്ത് ഞങ്ങൾ കളിയാക്കിയിട്ടുണ്ട്, നിന്ദിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. ഞങ്ങൾ പലരും അവിടെ മൈക്കുകൾ പിടിച്ചു വാങ്ങിയിട്ടുണ്ട്, യോഗം അലങ്കോലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതേ സുവിശേഷം, അതേ ക്രിസ്തു ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി ഇന്ന് ഞങ്ങൾ മൈക്കെടുത്ത് പ്രസംഗിക്കുകയാണ്. ഈ പ്രസംഗം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിശ്ചയമായും നിങ്ങളെ ഈ സന്ദേശത്തിന് മുൻപാകെ സമർപ്പിക്കുകയാണെങ്കിൽ ബൈബിൾ ഒരു വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആ രക്ഷ പ്രാപിക്കുന്ന ഒരു അനുഭവം മാണിക്യമംഗലത്തുള്ള എല്ലാ മനുഷ്യർക്കും, എല്ലാ കുടുംബങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങളുടെ പ്രാർത്ഥന. തീർച്ചയായും ദൈവം അതിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഇത്രയും സമയങ്ങൾ അവിടിവിടങ്ങളിൽ നിന്നുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾ കേട്ടതിൽ ഹൃദയംഗമമായ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും ഈ കേൾവി നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഗോഡ് ബ്ലസ് യു.